ട്രിപ്പിൾസ് ഇൻഫോ A4 ആയുർവേദയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ആയുർവേദ ചികിത്സാ രീതികളിൽ നമ്മുടെ കൽപ്പവൃക്ഷമായ തെങ്ങിൻ്റെ ഔഷധ പ്രാധാന്യത്തെ പറ്റിയാണ് നാം ഇന്ന് നോക്കുന്നത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വിപുലമായി വളരുന്ന തെങ്ങ് കേരളീയരുടെ പ്രതീകമായി നിലകൊള്ളുന്നു. തെങ്ങിൻ്റെ സർവ്വ അംഗങ്ങളും ഔഷധയോഗ്യമാണ്. നാം തെങ്ങിനെ പുണ്യവൃക്ഷമായിട്ടാണ് കരുതുന്നത്. പമേസി സസ്യകുടുംബാംഗമായ തെങ്ങിൻ്റെ ശാസ്ത്രനാമം കൊക്കോസ് ന്യൂസിഫറ എന്നാണ്. ഏകദേശം 35 മീറ്റർ ഉയരത്തിൽ വളരുന്ന ഒറ്റത്തടി വൃക്ഷമായ തെങ്ങിൽ നിന്ന് മനുഷ്യന് പ്രയോജനകരവും അമൂല്യവുമായ വസ്തുക്കൾ ലഭിക്കുന്നു. പഞ്ചസാര, പശ, ആൽബുമിൻ, ടാർട്ടാറിക് അമ്ലം എന്നിവ നാളികേരപ്പാലിലും, കാപ്രിക് അമ്ലം, ഗ്ലിസറൈഡുകൾ, മിരിസ്റ്റിക് അമ്ലം, സ്റ്റിയറിക് അമ്ലം എന്നിവ വെളിച്ചെണ്ണയിലും, ദഹനത്വരിതങ്ങളായ എൻസൈമുകൾ, കൊഴുപ്പ്, പഞ്ചസാര എന്നിവ കൂമ്പിൽ നിന്നെടുക്കുന്ന കള്ളിലും, ധാരാളം പൊട്ടാഷ് ഇലച്ചാമ്പലിലും അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇളനീരിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഒന്ന് നോക്കാം. കോളറ, അതിസാരം, ഛർദി എന്നിവ നിമിത്തം ശരീരത്തിലെ ജലാംശം അപകടകരമായ രീതിയിൽ നഷ്ടപ്പെട്ട് മരണം വരെ സംഭവിക്കാവുന്ന ഘട്ടങ്ങളിൽ ഇളനീർ ഇടയ്ക്കിടെ രോഗിക്ക് ആവശ്യം പോലെ കൊടുത്തുകൊണ്ടിരുന്നാൽ രോഗിയെ രക്ഷപ്പെടുത്താവുന്നതാണ്. ഇളനീർ ദ്രുതഗതിയിൽ ദഹിക്കുന്നു. കുട്ടികൾക്ക് ഇന്ന് വിപണിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന പാനീയങ്ങളെല്ലാം തന്നെ ദോഷപൂർണമാണ്. പ്രകൃതി സ്വന്തം പാചകശാലയിൽ തയ്യാറാക്കുന്ന ഇളനീർ ഏറ്റവും ആരോഗ്യവും പോഷകപൂർണവുമാണ്. സർവ്വരോഗങ്ങൾക്കും ഇത് ഫലപ്രദമാകുന്നു. പ്രകൃതി ചികിത്സകർ മിക്ക രോഗങ്ങൾക്കും ഇളനീർ കഴിച്ച് ഉപവസിക്കാൻ ഉപദേശിക്കുന്നു. ഇളനീരാണ് ദാഹത്തിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല പാനീയം. ഇളനീർ തേൻ ചേർത്തോ ഓറഞ്ച് നീര് ചേർത്തോ കഴിക്കുന്നത് നല്ലതാണ്. ഇളനീരിലെ ധാതുഘടകങ്ങൾ ഇനി വിവരിക്കാം. പൊട്ടാസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സൾഫർ, ക്ലോറിൻ, കാൽഷ്യം, സോഡിയം, ചെമ്പ്, ഇരുമ്പ്. ഇവ കൂടാതെ ഗുണകരമായ പ്രോട്ടീനും ആർജിനിൻ, സിസ്റ്റീൻ, അലാനിൻ എന്നീ ദുർലഭമായ അമിനോ ആസിഡുകളും വിവിധ ജീവകങ്ങളും ഗ്ലൂക്കോസും ധാരാളമായി കരിക്കിൻ വെള്ളത്തിൽ ചേർന്നിട്ടുണ്ട്. തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമാണ്. നാളികേരം, എണ്ണ, കൂമ്പ്, ഇല, പൂവ്, നാളികേര വെള്ളം, വേര് തുടങ്ങിയ മിക്ക ഭാഗങ്ങളും ഔഷധയോഗ്യങ്ങളാണ്. ഇനി ആയുർവേദ ചികിത്സയിൽ ഒട്ടുമിക്ക തൈലങ്ങളും വെളിച്ചെണ്ണയിൽ പാകപ്പെടുത്തിയിട്ടുള്ളവയാണ്. കൂടാതെ തെങ്ങിൻ പൂക്കുലയോടൊപ്പം വിവിധങ്ങളായ ഔഷധക്കൂട്ടുകൾ ചേർത്തുണ്ടാക്കുന്ന ലേഹ്യങ്ങളും രസായനങ്ങളും വിവിധ പേരുകളിൽ വിവിധ ബ്രാൻഡുകൾ വിപണിയിലെത്തിക്കുന്നു. ഇവയാകട്ടെ സ്ത്രീരോഗങ്ങൾ, പ്രസവാനന്തരമുണ്ടാകുന്ന ക്ഷീണത്തിനും ശരീരബലത്തിനുമെല്ലാം അത്യുത്തമമാണെന്ന് പണ്ടുകാലം മുതൽക്കേ തെളിയിക്കപ്പെട്ടവയാണ്. ചുരുക്കത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ കൽപ്പവൃക്ഷമായ തെങ്ങിന് എക്കാലവും എടുത്തു പറയത്തക്ക ബന്ധമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. പുതിയൊരു അറിവുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.